വഖഫ് ബോർഡ് വിഷയത്തിൽ 1.5 വർഷമായി നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നിട്ടും ഒന്നും നടന്നിട്ടില്ലെന്നും മണ്ണാർക്കാട്ടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എൻ ഷംസുദ്ദീനെ തോൽപ്പിക്കണമെന്നും കാന്തപുരം ആഹ്വാനം ചെയ്തു. തങ്ങളുടെ 2 പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഷംസുദ്ദീൻ എതിർനിലപാട് സ്വീകരിച്ചു. ഈ നാട്ടിന്റെ നന്മയും അവസ്ഥയും നോക്കി അധികാരപ്പെടുത്തുക, അതാണ് ഞങ്ങളുടെ നയം. അല്ലാതെ ഞങ്ങൾക്ക് പുതിയതായി ഒരു പ്രത്യേക കക്ഷിയെ തിരഞ്ഞെടുക്കുക എന്ന ഒരു നയം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. സുന്നത്ത് ജമാഅത്തിനും നമ്മുടെ സംഘടനക്കും നമ്മുടെ പ്രസ്ഥാനത്തിനും ഗുണം വാഗ്ദാനം ചെയ്യുന്ന, ഗുണം ലഭിക്കുന്ന ആളുകളെ നോക്കി തിരഞ്ഞു നോക്കി അവർക്ക് വോട്ട് ചെയ്യുക എന്നാണ് ഞങ്ങളുടെ നയം. വിവരങ്ങളുമായി KR സാജു കോഴിക്കോട് നിന്നും. സാജു, കാന്തപുരം എന്താണ് പറഞ്ഞത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കീഴിലുള്ള സമസ്ത AP വിഭാഗം കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നു എന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് നയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് പ്രത്യേകമായ ഒരു കക്ഷിയെ പിന്തുണയ്ക്കുകയോ അവർക്ക് വേണ്ടി പ്രസ്താവന ഇറക്കുക എന്ന ഒരു നയം നമ്മൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ന്യായവും നോക്കി വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. സത്യത്തിനെതിരെ ആര് നിൽക്കുന്നോ അവർക്കെതിരെ വോട്ട് ചെയ്യും എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷം 2 സുപ്രധാന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാന്തപുരം നിലപാട് വിശദീകരിക്കുന്നു. ആ നിലപാട് വാക്കുകൾക്കിടയിൽ നിന്നും അത് UDF-ന് എതിരാണെന്നും LDF-ന് അനുകൂലമാണെന്നും നമുക്ക് രാഷ്ട്രീയമായി വായിച്ചെടുക്കാൻ കഴിയും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കാട്ടുന്നത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നീതി ലഭിച്ചില്ല. ഏതാണ്ട് 1.5 വർഷത്തോളം കാലം തങ്ങൾ സർക്കാരിന്റെ UDF നേതാക്കളുടെ പുറകെ നടന്നെങ്കിലും അവരാരും ചെവിക്കൊണ്ടില്ല, നീതിപൂർവമായ സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വഖഫ് ബോർഡിലേക്ക് മാർച്ച് നടത്തേണ്ടി വന്നത് എന്ന് കാന്തപുരം വിശദീകരിക്കുന്നു. തൊട്ടു പിന്നാലെ ഒരു കാര്യം കൂടി പറയുന്നു. പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യുന്നവരെ തങ്ങളെ സഹായിക്കുന്നവർക്കും വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. അത്തരക്കാരെ തിരഞ്ഞുപിടിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് വിശദീകരിച്ചതിന് ശേഷം മണ്ണാർക്കാട്ടെ നിലവിലെ സിറ്റിംഗ് MLA ആയ മുസ്ലിം ലീഗ് നേതാവ് എൻ ഷംസുദ്ദീനെ തോൽപ്പിക്കാൻ കൂടി പരസ്യമായി ആഹ്വാനം ചെയ്യുന്നു. അടുത്ത കാലത്തൊന്നും കാന്തപുരം വിഭാഗം ഇത്തരത്തിലൊരു പരസ്യമായ സമീപനം, ആരെയെങ്കിലും തോൽപ്പിക്കണമെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം എടുക്കാറില്ല. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, നിലപാടുകൾ UDF-ന് ഏറെക്കുറെ എതിരാണ് കാന്തപുരത്തിൻ്റെതെന്ന്. ഇതിന് കാന്തപുരം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. മണ്ണാർക്കാട് തങ്ങളുടെ 2 പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസ്. ഈ കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ 2 ദിവസത്തിനകം അവർ ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നു. അവർ തന്നെയാണ് പ്രതികളെന്ന് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് എൻ ഷംസുദ്ദീൻ MLA സ്വീകരിച്ചത്. അതുകൊണ്ട് ഇത്തരക്കാരെ തിരഞ്ഞു പിടിച്ച് പരാജയപ്പെടുത്തണം എന്ന വാക്ക് തന്നെ അദ്ദേഹം പ്രയോഗിക്കുന്നു. ഒരു കാരണവശാലും ഒരു കാലത്തും എൻ ഷംസുദ്ദീൻ വിജയിക്കാൻ പാടില്ല എന്ന നിലപാട് കൂടി കാന്തപുരം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. കാന്തപുരത്തിന്റെ ഭാഗത്തുനിന്ന് അപൂർവമായി മാത്രമായിരിക്കും തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ ഒരാളെ തോൽപ്പിക്കണം എന്ന പ്രസ്താവന പരസ്യമായി ഉണ്ടാകുക. തങ്ങൾ ആർക്കെങ്കിലും അനുകൂലമായി തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് അണികളിലൂടെ സാജു, തെരഞ്ഞെടുപ്പിൽ പ്രത്യേക കക്ഷികളെ പിന്തുണയ്ക്കില്ലെന്ന് കാന്തപുരം ആദ്യം പറയുന്നു, ശേഷം പറയുന്നു മണ്ണാർക്കാട്ടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എൻ ഷംസുദ്ദീനെ തോൽപ്പിക്കണമെന്ന ഒരു ആഹ്വാനം ചെയ്യുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പറയാതെ തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് വേണ്ടേ? തീർച്ചയായും ഷാർലറ്റ്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വരികൾക്കിടയിലൂടെ തങ്ങളുടെ പിന്തുണ ഇടതുപക്ഷത്തിന് ഒപ്പമാണ്, അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സ് ഇടതുപക്ഷത്തിന് ഒപ്പമാണെന്ന് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തം. ഇവിടെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒന്ന്, മണ്ണാർക്കാട്ടെ MLA എൻ ഷംസുദ്ദീനെ തോൽപ്പിക്കണം എന്ന് വളരെ കൃത്യമായി പറയുന്നു. 2, വഖഫ് ബോർഡ് വിഷയത്തിൽ UDF നേതാക്കളുടെ പുറകെ നടന്നിട്ട് 1.5 വർഷക്കാലം പുറകെ നടന്നിട്ടും അവർ ഒന്നും ചെവിക്കൊണ്ടില്ല എന്ന് പറയുന്നു. കാന്തപുരം വിഭാഗത്തെ സംബന്ധിച്ചോളം വഖഫ് ബോർഡ് വിഷയം വളരെ നിർണായകമാണ്. അവരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ചില പള്ളികളിൽ വഖഫ് ബോർഡ് സമസ്ത EK വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മുസ്ലിം ലീഗിന്റെ
ബോർഡിന്റെ നോമിനി ചെയർമാനായിരിക്കുന്ന വഖഫ് ബോർഡ് ഇടപെട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ആ തെരഞ്ഞെടുപ്പിലൂടെ മറുപക്ഷത്തെ അധികാരം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തതിനെതിരെ വളരെ ശക്തമായ എതിർപ്പുമായി കാന്തപുരം വിഭാഗം രംഗത്തുണ്ട്. അത് സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്താക്കി മാറ്റാനുള്ള അണികൾക്ക് നൽകുന്ന വളരെ സാജു, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതൊരു സൗഹൃദ സംഭാഷണം മാത്രമാണ് എന്ന് പറയുന്നു. ഇന്നലെ വൈകിയും രമേശ് ചെന്നിത്തല കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഏറെ വൈകാതെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കാന്തപുരം രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഒരു കാര്യം വ്യക്തമാണ് ഷാർലറ്റ്, ഇന്നലെ രാത്രി രമേശ് ചെന്നിത്തല രാത്രി വൈകിയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ചർച്ച നടത്തിയിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ഏറ്റവും അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പലപ്പോഴും അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും ഏറ്റവും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് കാന്തപുരം വിഭാഗം തന്നെ പറയുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല ഇന്നലെ രാത്രി അത്തരം ഒരു രാഷ്ട്രീയ ദൗത്യവുമായിട്ടായിരുന്നു UDF ഒരു രാഷ്ട്രീയ ദൗത്യവുമായിട്ടായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കണ്ടത്. എന്നാൽ നിങ്ങൾക്ക് ഈ സർക്കാരിനോടുള്ള അതിർത്തി അത് വഖഫ് ബോർഡ് വിഷയത്തിലായാലും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട മണ്ണാർക്കാട്ടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണുമുള്ള അതിർത്തി വളരെ കൃത്യമായി തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രമേശ് ചെന്നിത്തലയും അറിയിച്ചു എന്നാണ് നമുക്ക് ലഭ്യമായിരുന്ന വിവരം. അതിനെ ഏതാണ്ട് സ്ഥിരീകരിക്കുന്നു. ഈ രണ്ട് വിഷയങ്ങളും ഏറ്റവും കൃത്യമായി തന്നെ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് അതിൽ ഒരു സ്ഥാനാർത്ഥിയെ പേരെടുത്ത് പറഞ്ഞ് ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം എന്ന് സാജു, ഒപ്പം തന്നെ ഇടതു നേതാക്കൾ കഴിഞ്ഞ ദിവസം കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എങ്കിലും അതിനെയും കാന്തപുരം പറഞ്ഞ സൗഹൃദ സംഭാഷണം, സൗഹൃദ സന്ദർശനം എന്നാണ്. അതിനുശേഷം ഇടതു നേതാക്കൾ പറഞ്ഞിരുന്നത്, കാന്തപുരം പറഞ്ഞു UDF അധികാരത്തിൽ വന്ന ശേഷം തങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അതിൽ നേട്ടമുണ്ടായില്ല. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ നീതിപൂർവ്വം പ്രവർത്തിക്കണമെന്ന്. അപ്പോൾ തന്നെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരുന്നു എന്ന് വേണ്ടേ? കാന്തപുരം നേരത്തെ തന്നെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കും ലഭ്യമാകുന്ന വിവരം. കാന്തപുരം വിഭാഗത്തിന്റെ ബഹുജന സംഘടനയായ കേരള മുസ്ലിം ജമാഅത്ത് എന്ന അടുത്തിടെ രൂപീകരിച്ച സംഘടനയിലൂടെ കൃത്യമായ സന്ദേശം അണികൾക്ക് നൽകിയിരുന്നു. ഇത്തവണ കഴിഞ്ഞ ഇപ്പോൾ ഉണ്ടായിരുന്ന UDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും നീതിപൂർവമായ സമീപനം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അത്തരം സമീപനം ലഭിക്കാത്ത സാഹചര്യത്തിൽ മറുപക്ഷത്തെ പിന്തുണയ്ക്കുക എന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു. ഇത് കൃത്യമായി തന്നെ കേരള മുസ്ലിം ജമാഅത്ത് എന്ന തങ്ങളുടെ ബഹുജന സംഘടനയിലൂടെ അണികളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. അത് തന്നെ അതിന്റെ ഒരു അദ്ദേഹത്തെ പരസ്യമായി പറയാവുന്ന ഒരു രീതിയിൽ അത് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് കൃത്യമായി അണികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും നൽകുന്ന സന്ദേശമാണ് ഇത്. കാരണം അല്ലെങ്കിൽ നമ്മൾ അടുത്ത കാലത്തുള്ള തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം ചരിത്രം നോക്കിയാലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സ്വീകരിക്കുന്ന സമീപനം ഇത്തരത്തിൽ പരസ്യമായ ഒരു നിലപാട് പ്രഖ്യാപനം നടത്താറില്ല. എന്നാൽ ഇവിടെ അദ്ദേഹം കടുത്ത ഭാഷയിൽ അത്തരം ഒരു നിലപാട് പ്രഖ്യാപനം നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ പ്രത്യേക കക്ഷികളെ പിന്തുണയ്ക്കില്ലെന്ന് കാന്തപുരം, പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യും. വഖഫ് ബോർഡ് വിഷയത്തിൽ 1.5 വർഷമായി നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒന്നും നടന്നിട്ടില്ല. മണ്ണാർക്കാട്ടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി N ഷംസുദ്ദീനെ തോൽപ്പിക്കണമെന്നും കാന്തപുരം ആഹ്വാനം ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു KR സാജു കോഴിക്കോട് നിന്നും.